ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫോ വ്ളോഗോ ഒന്നുമല്ല. ഇന്ന് നമ്മൾ ഇസ്ലാമിക് പ്ലാനർ ബുക്ക് എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ മുഹറം മാസം തുടങ്ങാൻ വേണ്ടി പോവല്ലേ നമ്മളെ ഇസ്ലാമിക് ന്യൂ ഇയർ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പുതിയൊരു ഇസ്ലാമിക് പ്ലാനർ റെഡിയാക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ റെഡിയാക്കുന്നത് ഇസ്ലാമിക് പ്ലാനർ ബുക്കാണ് കേട്ടോ, അല്ലാതെ പ്ലാനറല്ല. പ്ലാനർ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇതിപ്പോൾ എന്നോട് കുറേ ആളുകൾ നമ്മൾ ഇസ്ലാമിക് പ്ലാനർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്, എവിടെ നിന്നാണ് ഈ ഡയറി വാങ്ങിയത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ബുക്ക് വാങ്ങാൻ കിട്ടുക എന്നൊക്കെ. അപ്പോൾ യാതൊരു ക്യാഷ് ചിലവില്ലാതെ നമ്മളെ കയ്യിലിപ്പോൾ വേണ്ടാത്ത ബുക്സോ അതല്ലെങ്കിൽ ഡയറിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊരു ഇസ്ലാമിക് പ്ലാനർ റെഡിയാക്കാൻ പറ്റും. അതാണിപ്പോൾ കാണിക്കുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇവിടെയുള്ളൊരു പഴയ ഡയറിയാണ് കേട്ടോ. നിങ്ങളെ കയ്യിലിപ്പോൾ കുട്ടികളൊക്കെ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിട്ട് ബാക്കി കുറച്ച് പേജസൊക്കെ വരുന്ന നോട്ട് ബുക്ക് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനിതാ ഡയറിയിൽ നിന്ന് പേജ് പറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 എണ്ണം കിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ എടുക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ നമ്മൾ ഇതുപോലെയുള്ള 25 പേജാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിത് നമുക്ക് എല്ലാം കറക്റ്റായിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ബുക്കിൻ്റെ നീളത്തിൽ ചെറിയൊരു പേജ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ പേജൊക്കെ നല്ല കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ പേജ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റാനൊന്നും പാടില്ല, കറക്റ്റായിട്ട് തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് ഈ ബാക്കി വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അവിടെ വീണ്ടും ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ 2 സൈഡിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഡ്രൈ ആവട്ടെ, അതുവരെ നമുക്ക് ഇതുപോലുള്ളൊരു കട്ടിയുള്ള ബുക്കിൽ വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ പേജൊക്കെ നന്നായിട്ട് സ്റ്റിക്കാവും. ഇനി നമുക്ക് ബുക്കിന് വേണ്ടിയിട്ടുള്ള കവർ പേജ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേക്കിൻ്റെ ബോക്സ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതാവുമ്പോൾ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടല്ലോ. ഇനി നിങ്ങളെ കയ്യിൽ കാർഡ്ബോർഡ് പീസൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. നമ്മളെ നോട്ട് ബുക്കിൻ്റെ അതേ സൈസിൽ തന്നെയാണ് ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ചെറിയൊരു കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നോട്ട് ബുക്കിൻ്റെ തിക്നെസ് എത്രയെന്നുള്ളത് ഒരു സ്കെയിൽ വെച്ചിട്ടൊന്ന് അളന്ന് നോക്കുക. ഇപ്പോൾ എൻ്റെ നോട്ട് ബുക്കിൻ്റെ തിക്നെസ് 1/2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഞാൻ 1/2 സെൻറ്റിമീറ്റർ വീതിയിലും നമ്മളെ നോട്ട് ബുക്കിൻ്റെ നീളത്തിലും ഉള്ളൊരു പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒരു ചാർട്ട് പേപ്പറിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേപ്പറിലോ കറക്റ്റായി വെച്ചിട്ട് ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. وألون الدنيا بأجمل بسمة وأكون للخير العميم مثالا أسمو وأجتهد. ഇനി നമ്മൾ ബുക്കൊക്കെ കവർ ചെയ്യില്ലേ, അതേപോലെ ഈ ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം.
للخير العميم مثالا وأراقب الرحمن جل جلاله وتقدست أسماؤه وتعالى وأكون للوطن الحبيب مشيدا أنمى إليه وأستفيض جلالا وأراقب الرحمن جل جلاله وتقدست أسماؤه وتعالى وأكون للوطن الحبيب مشيدا أنمى إليه وأستفيض جلالا وأجتاز السماء جلالا فأزيد أسراب الغيوم جمالا وألون الدنيا بأجمل بسمة وأكون للخير العميم مثالا. അങ്ങനെ നമ്മളെ ബുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് സംസാരിക്കാനൊന്നുമില്ല, ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും അങ്ങനെ പറയാറുന്നത്. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷീറ്റ്സ് ആഡ് ചെയ്തത്. ഇനി നമ്മൾ ഈ ബുക്കിൻ്റെ കവർ പേജ് കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതാ ഈ ഒരു പിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ വരക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലെ തന്നെ വരക്കാൻ പറ്റുന്നില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ട്രൈ ചെയ്യാണ്. ഇതിപ്പോൾ കാണുമ്പോൾ ഒരുവിധം ആളുകൾക്കൊക്കെ തോന്നുന്നുണ്ടാവും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഒരു ബുക്ക് വാങ്ങിയാൽ പോരെ എന്നൊക്കെ. പക്ഷേ എനിക്കെപ്പോഴും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്രാഫ്റ്റ് വർക്ക്, ഡ്രോയിങ്, പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. വെറുതെ ഇങ്ങനെ കിടന്ന് ഉറങ്ങാനും വെറുതെ സമയം കളയുക അങ്ങനത്തെ ഒന്നും എനിക്കിഷ്ടമല്ല. എപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കാനാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഈ ബുക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മളിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ബുക്കാണെങ്കിൽ നമുക്കിപ്പോൾ അത് ജസ്റ്റ് ഒരു ബുക്ക്, അതല്ല നമ്മളിതുപോലെ ഉണ്ടാക്കിയൊരു ബുക്ക് കാണുകയാണെങ്കിൽ നമുക്കെപ്പോഴും ആ ഒരു ബുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. അതുമാത്രമല്ല നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്യാനാണോ ഈ ബുക്ക് ഉണ്ടാക്കുന്നത് അത് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ബുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് തോന്നും. ഞാനിതിൻ്റെ മുന്നേ ഡയറിയിലാണ് പ്ലാനർ റെഡിയാക്കാറുണ്ടായിരുന്നത്. പിന്നെ ഡയറി ആകുമ്പോൾ അതിൽ കുറേ പേജ് ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോൾ പ്ലാനറിന് വേണ്ടിയിട്ട് ആകെ ഒരു 5 പേജൊക്കെ അല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിൽ ബാക്കി കുറേ പേജ് ഇങ്ങനെ വരുമ്പോൾ ഞാനതിൽ വേറെയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഴുതി വെക്കാനും ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതൊരു പ്ലാനർ ബുക്കാണെന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും മുഹറം മാസം തുടങ്ങാൻ വേണ്ടി പോവല്ലേ, അപ്പോൾ പ്ലാനറിന് മാത്രമായിട്ട് ഇതുപോലൊരു ബുക്ക് റെഡിയാക്കാമെന്ന്. അങ്ങനത്തെ നമ്മൾ ആ പിക്ക് വരച്ചിട്ടുണ്ട്. ഏകദേശം അതുപോലൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇതിന് പെയിൻറ്റിങ് ആണ് അടുത്ത പണി. നമ്മളിപ്പോൾ ആ പിക്കിൽ കണ്ട അതേപോലൊന്നും ആവില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സൊക്കെ വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നെക്സ്റ്റ് മന്തിൽ ഇസ്ലാമിക് പ്ലാനർ വേഗം ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്. ഇൻഷാ അള്ളാ നമുക്കിനി അടുത്ത വീഡിയോ ഇസ്ലാമിക് പ്ലാനറിൻ്റേതാണ്. നമ്മൾ ഇസ്ലാമിക് പ്ലാനറിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് ആളുകൾക്കൊക്കെ ലൈഫിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നുള്ള വീഡിയോസിലൊക്കെ കമൻറ്റ് കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ കാരണം ഒരാൾക്കെങ്കിലും ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, അതല്ലെങ്കിൽ കൂടുതലായിട്ട് ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ്. റമളാനിൻ്റെ സമയത്ത് അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാഞ്ഞിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ വീഡിയോസൊക്കെ ഇടാൻ ഡിലേ ആവുന്നതുകൊണ്ട് നമ്മളെ ചാനലൊക്കെ ആകെ ഡൗൺ ആയിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം
ആളുകൾക്ക് നോട്ടിഫിക്കേഷനൊന്നും കിട്ടാതിരിക്കുന്നത്. എന്തായാലും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം, അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്യാറുള്ളതൊക്കെ. ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും എന്താണെങ്കിലും ആളുകൾക്ക് അതിൽ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു കാര്യം അതിലുണ്ടായിരിക്കും. അത് ഞാൻ ഉറപ്പ് തരുവാണ്. ഇസ്ലാമിക് കണ്ടൻറ്റിൻ്റെ കാര്യം മാത്രമല്ല, അല്ലാത്ത കാര്യങ്ങളായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ, മുഹറം മാസം എന്നത് ഇസ്ലാമിക് ന്യൂ ഇയർ ആണല്ലോ. അപ്പോൾ ഈ ന്യൂ ഇയറിൽ നമ്മളെ ലൈഫിൽ, അതായത് എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ ചേഞ്ചസാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ ദീനിൻ്റെ കാര്യമായാലും അല്ലാത്ത കാര്യങ്ങളായാലും ലൈഫിൽ കുറച്ചൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ അടുത്തത് ചെയ്യാം ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇസ്ലാമിക് പ്ലാനർ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ നമ്മളിനി എന്തൊക്കെ വീഡിയോസാണ് ചെയ്യേണ്ടത് എന്നുള്ളതും നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ നമുക്കിനി അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.